Hey guys, back again. Welcome back to Hackhive. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പോൾ ഹാക്കിംഗ് അല്ലെങ്കിൽ പെൻ ടെസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെർച്വൽ ലാബ് എൻവയൺമെൻറ്റ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോസ്റ്റ്ലി നമ്മൾ ഹാക്കിങ്ങിന് അല്ലെങ്കിൽ പെൻ ടെസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുക ലിനക്സ് ആണ്. അപ്പോൾ നമുക്ക് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ രണ്ട് ഓപ്ഷൻസാണ് നമ്മൾ മുമ്പിലുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മളെ വിൻഡോസും അതേപോലെ ലിനക്സും കൂടി ഡുവൽ ബൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ വിൻഡോസ് കംപ്ലീറ്റ് അതിൽ കിടന്നിട്ട് ലിനക്സ് മാത്രം ബൂട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിർച്വലൈസേഷൻ ടെക്നോളജി നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമുക്ക് ബോക്സസ് ലിനക്സിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏത് ബോക്സാണോ ആ ബോക്സ് നമുക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഓപ്ഷൻസാണ്. ഒന്ന് നമുക്ക് വിർച്വൽ ബോക്സ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വിർച്വലൈസേഷൻ ടെക്നോളജി റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വിർച്വൽ ബോക്സ് എന്ന് പറയുന്നത്. ഒറാക്കിളിൻ്റെ വിർച്വൽ ബോക്സ് VM എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഈ വിർച്വൽ ബോക്സ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് VMware എന്ന് പറയുന്നത്. ഇപ്പം ഇൻ ദിസ് കേസ് ഞാൻ ഈ വിർച്വൽ ബോക്സ് ആണ് എടുക്കുന്നത്. അതിൽ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് വിൻഡോസ് ആണ് നമ്മളെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമെങ്കിൽ അതിൻ്റെ പാക്കേജ് ഡൗൺലോഡ് ചെയ്യുക. അതല്ല OS X ആണെങ്കിൽ അത്, ലിനക്സ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിനക്സ് ആണ്. പക്ഷേ നിങ്ങൾക്ക് വിൻഡോസിൻ്റെ OS X ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷൻ പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡുള്ള ഓപ്ഷൻ ചോദിക്കും. ആ ഫയൽ സേവ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു സംഗതി ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ എക്സ്റ്റൻഷൻ പാക്കാണ്. ഈ എക്സ്റ്റൻഷൻ പാക്ക് എല്ലാ പ്ലാറ്റ്ഫോമിനും ഒരു പാക്ക് തന്നെയാണുള്ളത്. അപ്പം ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതും ഡൗൺലോഡ് ആവും, സേവ് ചെയ്ത് വെക്കാം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി നമ്മൾ ഹാക്കിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ലിനക്സിലെ കാളി എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ. ബേസിക്കലി അത് ഡെബിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിനക്സിൻ്റെ ഒരു ഡിസ്ട്രോയിൽ റൺ ചെയ്യുന്ന OS ആണ് കാളി എന്ന് പറയുന്ന സാധനം. അപ്പം നിങ്ങൾക്കത് ആ ഒരു OS നിങ്ങൾക്ക് kali.org എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഡൗൺലോഡ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കാളി ലിനക്സിൽ പോവാം. ഇവിടെ താഴെ ഓപ്ഷൻസ് ഉണ്ട്, കാളി വെർച്വൽ മെഷീൻസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ VMware ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതല്ല വിർച്വൽ ബോക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വിർച്വൽ ബോക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്ക് വിർച്വൽ ബോക്സിനുള്ള OVA ഫയലാണ് വേണ്ടത്. ഞാൻ അതിൻ്റെ വിർച്വൽ ബോക്സിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ രണ്ട് ഓപ്ഷൻസ് വരും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കാളി ലിനക്സ് വിർച്വൽ ബോക്സ് ഇമേജസ് എന്നുള്ള ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ രണ്ട് വേർഷൻസ് കാണാം, 64 ബിറ്റും 32 ബിറ്റും. ഞാൻ എൻ്റെ മെഷീന് 64 ബിറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഫയലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടൊറൻറ്റ് യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം, അതല്ലാതെ കാഷ്വലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റായിട്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരത്തെ കാണിച്ച പോലെ ഡൗൺലോഡ് ചെയ്യാനുള്ള സേവ് ഫയൽ ഓപ്ഷൻ വരും. അപ്പോൾ അബൌട്ട് 3.5 GB ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വേർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2020.4 ആണ്. അതാണ് നമ്മൾ വിർച്വൽ ലാബ് സെറ്റപ്പ് ചെയ്യാനുള്ള റിക്വയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് വേറെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത്രയും മതി. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഓൾറെഡി ഞാൻ വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ വിർച്വൽ ബോക്സ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ പാക്കേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എല്ലാം നെക്സ്റ്റ് ഒന്നും ചേഞ്ച്, എല്ലാം ഡീഫോൾട്ടായിട്ട് ഇട്ടാൽ മതി, ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് വിർച്വൽ ബോക്സിൻ്റെ ആ ഒരു ഫയൽ സ്റ്റോർ ചെയ്യുന്നത് സീൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ലോക്കൽ ഡിസ്കിലേക്കാണോ ആക്കേണ്ടത് ആ ഡിസ്കിലേക്ക് ആക്കി വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീനിൽ നമുക്ക് കിട്ടുക. ഇതിൽ കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ കാളി ലിനക്സ് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാളിയാണ് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി പ്രിഫർ ചെയ്യുക എന്തെങ്കിലും ഇത് ഹാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലിനക്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാളി യൂസ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി കാലിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലിയിൽ ഒരുപാട് ഹാക്കിംഗ് റിലേറ്റഡ് ടൂൾസ് പിന്നെ കാളിൻ്റെ ഉള്ളിലുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്ക് ഒരു പിന്നെ പെൻ ടെസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലി ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആ ഡൗൺലോഡ് ആയിട്ടുള്ള ആ OVF ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇമ്പോർട്ട് ഓപ്ഷൻ വരും. ഇതിൽ എല്ലാം ഡീഫോൾട്ടായിട്ട് തന്നെ ഇമ്പോർട്ട് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ അഗ്രി കൊടുക്കുക. അപ്പോൾ ഒരു 3 to 5 seconds എടുക്കും, 1 to 3 minutes എടുക്കും ചിലപ്പോൾ അപ്ലോഡായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം കാലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാലിയിൽ ഏകദേശം കുറേ ടൂൾസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതിൻ്റെ പിന്നെ കാളി ഓപ്പണായി ബൂട്ടപ്പായിട്ട് വന്നിട്ട് ഞാൻ പറയാം. അപ്പം അതിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്ന ഒരു സെറ്റപ്പാണ് കാളി എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ നമുക്ക് കൂടുതൽ റെഫറൻസും കാര്യങ്ങളും, എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ റെഫറൻസും കാര്യങ്ങളും കാളിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കാളി പ്രിഫർ ചെയ്തത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പിന്നെ ഒരു വെർച്വൽ മെഷീൻ, ഇപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ ഇവിടെ ബോക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് മെഷീൻസ് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതെന്താണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാലി മെഷീൻ ഇമ്പോർട്ടായിട്ട് അതിനെ റൺ ചെയ്യണം. ഇതുപോലെ നമുക്ക് കാലി മെഷീൻ മെഷീൻസ് ഇതുപോലെ വിർച്വലായിട്ട് നമുക്ക് റൺ ചെയ്യാം. വിൻഡോസ് റൺ ചെയ്യാം, OS X റൺ ചെയ്യാം, ആൻഡ്രോയിഡ് റൺ ചെയ്യാം. അങ്ങനെ പല ഡിവൈസസ് പല OS നമ്മൾ ഇതേപോലെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ വൾണറബിൾ ആയിട്ടുള്ള, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൾണറബിൾ ആക്കിയിട്ടുള്ള ഒരുപാട് ബോക്സുകളുണ്ട്. അതും ഇതേപോലെ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെല്ലാം മോസ്റ്റ് പ്രോബബ്ലി എല്ലാം ഡെബിയൻ ബേസിലായിരിക്കും. ഡെബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 സിമ്പിൾസ് കാണാൻ പറ്റും. ഒരു റെഡ് കളറിലുള്ളൊരു സിമ്പിളും ഉണ്ട്, അതേപോലെ ഇങ്ങനത്തെ ഒരു സിമ്പിളും ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇത് ഡെബിയൻ്റെ സിമ്പിളാണ് ഈ റെഡ് പിന്നെ ഇതായിട്ട് വന്നിട്ടുള്ളത്. ഡെബിയൻ ബേസ്ഡ് ലിനക്സിൻ്റെ പിന്നെ സിമ്പിളാണ്. അതെന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോകൾ ലിനക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ പ്ലേലിസ്റ്റ് ഉണ്ടാക്കും. അപ്പം അതിൽ കാര്യമായിട്ട് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് ഇത് ഉബുണ്ടു ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ OSകൾക്കാണ് ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടാവും. സോ അപ്പം നമ്മുടെ ലിനക്സിൽ തന്നെ ഒരുപാട് ഡിസ്ട്രോസ് ഉണ്ട്. ഡിസ്ട്രോസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. പിന്നെ അതിൽ വരുന്നതാണ് പിന്നെ ഡെബിയൻ, ഉബുണ്ടു, പിന്നെ ഉബുണ്ടു ഒക്കെ ബേസിക്കലി ഡെബിയൻ ബേസിലാണ് വരുന്നത്. പിന്നെ പക്ഷേ അതിൽ തന്നെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. സൊളാരിസ്, അതേപോലെ പിന്നെ റെഡ് ഹാറ്റ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ലിനക്സിൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. നമുക്ക് നേരത്തെ നമ്മൾ എക്സ്റ്റൻഷൻ പാക്ക് ഡൗൺലോഡ് ചെയ്തിരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ എക്സ്റ്റൻഷൻ പാക്ക് കൂടി പിന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അപ്പം ഞാനിവിടെ എക്സ്റ്റൻഷൻ പാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വിൻഡോസിലാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക് ഇമ്പോർട്ട് ആവും. അതിൽ പിന്നെ നിങ്ങൾ അതിൽ അഗ്രി ചെയ്താൽ മാത്രം മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. പിന്നെ ലിനക്സിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ വിർച്വൽ ബോക്സിൻ്റെ സെറ്റിങ്സിൽ, ഫയൽ സെറ്റിങ്സിൽ പോയിട്ട് പിന്നെ അതിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ നമ്മുടെ കാളി മെഷീൻ ബൂട്ടപ്പ് ആയിട്ടുണ്ട്, ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ കാളി ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എക്സ്റ്റൻഷൻ പാക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ കാലിയിൽ ലിനക്സ് ബേസിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പ്രിഫറൻസിൽ പോവുക. ആ പ്രിഫറൻസിൽ പിന്നെ എക്സ്റ്റൻഷൻസ് എന്നുള്ള ഓപ്ഷനിൽ വരിക. അപ്പോൾ ഇവിടെ ആഡ് ബട്ടൺ കൊടുത്തിട്ട്
എവിടെയാണോ നിങ്ങളുടെ ആ പിന്നെ എക്സ്റ്റൻഷൻ പാക്ക് ഉള്ളത് ആ എക്സ്റ്റൻഷൻ പാക്ക് പിന്നെ ഇമ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സപ്പോസ് ഞാനൊന്നും ഇത് ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി വരും. അതിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് റീഇൻസ്റ്റാളേഷൻ ചോദിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. അഗ്രി ചെയ്യുക, ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നിട്ട് അഗ്രി കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, സോ ഓക്കെ, അപ്പം നമുക്കിവിടെ നമ്മുടെ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്, നമ്മുടെ കാലി മെഷീൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഈ കാലിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഡീഫോൾട്ടായിട്ടുള്ള യൂസറും പാസ്വേഡും നമുക്കിവിടെ കാണാൻ പറ്റും. കാലി യൂസർ നെയിമും കാലിയാണ്, പാസ്വേഡും കാലിയാണ്. ഓക്കെ, സോ നമുക്ക് ഇത് ബൂട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സെറ്റിങ്സ് കൂടി ചെയ്യാം. ബേസിക്കലി നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് കാലിൻ്റെ മെഷീൻ്റെ നെയിം എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. എൻ്റെ ജനറൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നതിന് സോ ഞാനെൻ്റെ കാളി മെഷീന് പണിഷർ എന്നുള്ള നെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ അഡ്വാൻസ് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്, ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഈ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മദർ ബോർഡ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് എത്രയാണോ റാം ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കാം. ആക്ച്വലി കാലി ലിനക്സ് 2GB റാമിൽ റൺ ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് നല്ല പെർഫോമൻസിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കൊടുക്കാം. എനിക്കിവിടെ പിന്നെ എൻ്റെ റാം എന്ന് പറഞ്ഞാൽ 16GB റാമാണുള്ളത്. സോ ഞാൻ 8GB റാം ഇതിനെ അലോക്കേറ്റ് ചെയ്യണം. സോ എന്നിട്ട് പ്രൊസസ്സറിൽ എനിക്ക് 4 പ്രോസസ്സറുണ്ട്, 4 കോറാണ്. അപ്പം അതിൽ ഞാൻ 2 കോറ് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കോറ് കുറവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 കൊടുത്താലും കാലി അതിൽ റൺ ചെയ്യും. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക 128 അല്ലെങ്കിൽ 128 ആക്കി വെക്കുക. അതേപോലെ BMSVGA അത് സെലക്ട് ചെയ്യുക. 3D ആക്സിലറേഷനും എനേബിൾ ചെയ്തിടുക. പിന്നെ ഇതൊന്നും നമ്മൾ ഇതിനകത്തൊന്നും സ്റ്റോറേജിലൊന്നും ചെയ്യാറില്ല, കാരണം അത് ഓട്ടോമാറ്റിക് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അതിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള നെറ്റ്വർക്കാണ്. നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇത് കാണാൻ പറ്റും. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബ്രിഡ്ജ്, ഇൻറ്റേർണൽ നെറ്റ്വർക്ക്, ഹോസ്റ്റ് ഓൺലി, ജനറിക് ഡ്രൈവർ, നാറ്റ് നെറ്റ്വർക്ക്, ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഫെമിലിയർ നമ്മൾ പൊതുവേ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രിഡ്ജ് അഡാപ്റ്ററാണ്, രണ്ടാമത്തെ ഹോസ്റ്റ് ഓൺലിയാണ്, മൂന്നാമത്തെ നാറ്റ് നെറ്റ്വർക്കാണ്. ഇതെന്താണെന്നുള്ളത്, ബ്രിഡ്ജ് അഡാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈല് നമ്മുടെ റൗട്ടറിൽ കണക്റ്റ് ആയിട്ടുള്ള അതുപോലെ കണക്റ്റ് ആവും. അതായത് നമ്മുടെ ഈ ഹോസ്റ്റ് മെഷീൻ, നമ്മുടെ ഈ വിൻഡോസ് മെഷീൻ എന്ത് ചെയ്യും, ഒരു ബ്രിഡ്ജായിട്ട് നമ്മുടെ ഈ ഒരു വെർച്വൽ മെഷീനും അതേപോലെ നമ്മളെ റൗട്ടറിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യും. അതാണ് ബ്രിഡ്ജ് അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഇനി ഹോസ്റ്റ് ഓൺലി അഡാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റ് ഓൺലി അഡാപ്റ്ററിൽ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഹോസ്റ്റുമായിട്ട് നമ്മുടെ വിൻഡോസ് മെഷീനുമായിട്ട് മാത്രമേ നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് അതിൽ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവില്ല. ബ്രിഡ്ജ് അഡാപ്റ്ററിലാണെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവും. ഇനി നാറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാറ്റ് നെറ്റ്വർക്ക് ബേസിക്കലി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ റൗട്ടർ നമ്മുടെ വിൻഡോസ് മെഷീൻ ഒരു IP അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, ഒരു IP അഡ്രസ്സ് കൊടുക്കും. നമ്മുടെ വിൻഡോസ് മെഷീൻ എന്ത് ചെയ്യും, ആ വിൻഡോസ് മെഷീനിൽ നമ്മൾ വെർച്വലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന, അതായത് നമ്മൾ വെർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഓരോ മെഷീനും എന്ത് ചെയ്യും, നമ്മൾ വിൻഡോസ് മെഷീൻ ഓരോ IP അഡ്രസ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ആണ് നാറ്റിൻ്റെ ഫുൾ ഫോം. അപ്പം അങ്ങനെ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അഡാപ്റ്ററായിട്ട് ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ബ്രിഡ്ജ് അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. കാരണം ബ്രിഡ്ജ് അഡാപ്റ്റർ ആകുമ്പോൾ പിന്നെ നമുക്ക് നെറ്റും കാര്യങ്ങളും അത്യാവശ്യം സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ടൈമൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് നെറ്റ് ഫാസ്റ്റായിട്ട് വേണ്ടി വരും. അപ്പം ബ്രിഡ്ജിലിടുന്നതാണ് നല്ലത്. സോ ഞാൻ ബ്രിഡ്ജിലാണ് ഇട്ടിട്ടുള്ളത്. ബാക്കി USB കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല.
പിന്നീട് നമ്മൾ അതിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് സെറ്റപ്പ്. ഇനി നമുക്ക് നമ്മുടെ മെഷീൻ ബൂട്ടപ്പ് ചെയ്യാം. മെഷീൻ ബൂട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. സോ ഒരു വിത്തിൻ 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ മെഷീൻ ബൂട്ടായിട്ട് വരും. പക്ഷേ ഇതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യാം. നമുക്കിതിൽ ഒരു എക്സ്റ്റൻഷൻ ഒരു അഡീഷണൽ ഡിസ്ക് ഇമേജ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പം സിസ്റ്റം കുറച്ചുകൂടി സ്പീഡായിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാതെ ഇത്ര ചെറുതായിട്ടാണ് എൻ്റെ സ്ക്രീൻ കാണുന്നത്. അപ്പോൾ ഇത് വലുതായിട്ട് അതേപോലെ സ്പീഡായിട്ടൊക്കെ കാണും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ അതിൻ്റെ പാസ്വേഡ് ഡിഫോൾട്ടായിട്ടുള്ള യൂസറും പാസ്വേഡും കാലി എന്നാണ്. അപ്പോൾ കാലി എൻ്റർ കാലി. നമ്മളെ മെഷീൻ ഓപ്പണായി വരും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറിയ സ്ക്രീനായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇൻപുട്ടിൽ വരിക, ഡിവൈസസിൽ വരിക. ഇവിടെ നിങ്ങൾക്ക് ഇൻസേർട്ട് ഗസ്റ്റ് അഡീഷൻ CD ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഇപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, അപ്പം എൻ്റെ ഇപ്പോൾ ലിനക്സ് ആയതുകൊണ്ട് ഞാനിവിടെ VBox ലിനക്സ് അഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ വിൻഡോസിൻ്റെ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോസിൻ്റെ യൂസ് ചെയ്യുക. വിൻഡോസിൻ്റെ മെഷീൻ വിച്ച് മീൻസ് നിങ്ങൾ വിർച്വൽ ബോക്സിൽ റൺ ചെയ്യുന്നത് വിൻഡോസ് മെഷീൻ ആണെങ്കിൽ. ഓക്കെ, ഇപ്പം എനിക്ക് ഇവിടുത്തെ കേസിൽ നമുക്ക് റൺ ചെയ്യേണ്ടത് ലിനക്സിൻ്റെ ഈ ഒരു ഫയലാണ്. ജസ്റ്റ് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ടെർമിനൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ടെർമിനൽ. ഓക്കെ, ടെർമിനൽ എമുലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിതിപ്പോൾ ഡെസ്ക് ടോപ്പിലാണ് നമ്മളുള്ളത്. അപ്പം നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്താൽ നമ്മൾ ടെർമിനൽ ഓപ്പൺ ആവുന്നത് ഡെസ്ക് ടോപ്പിലായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡെസ്ക് ടോപ്പിലാണ് ടെർമിനൽ ഓപ്പൺ ആയിട്ടുള്ളത്. ഇതിൽ LS കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഡെസ്ക് ടോപ്പിനുള്ളിലുള്ള പിന്നെ ഫയലുകൾ ഫുള്ള് കാണിക്കും. ജസ്റ്റ് ടൈപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിന്നെ ലിനക്സ് അഡീഷൻ .run എന്ന് പറഞ്ഞൊരു ഫയൽ കാണാൻ പറ്റും. അപ്പോൾ അതിനൊരു പെർമിഷൻ കൊടുക്കണം. പെർമിഷൻ chmod പ്ലസ് X എന്നിട്ട് ആ ഫയലിൻ്റെ നെയിം ജസ്റ്റ് എൻ്റർ കൊടുക്കുക. സോ അത് പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു ഫയലിനെ റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ./v അടിച്ചിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോ കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് ഏത് ഫയലാണോ നമ്മൾ എടുക്കുന്നത് ആ ഫയലിൻ്റെ ഫസ്റ്റ് ലെറ്റർ പിന്നെ അടിക്കുക. അത് ക്യാരക്ടർ സെൻസിറ്റീവ് ആണ്. നമ്മൾ ഇവിടുത്തെ ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും ക്യാപിറ്റൽ ലെറ്റർ തന്നെ അടിക്കണം. ലിനക്സിൻ്റെ ഒരു പ്രത്യേകതകളിൽ ഒന്നതാണ്, നമ്മൾ കേസ് സെൻസിറ്റീവ് ആണ് എല്ലാ കാര്യങ്ങളും. സോ ടാബ് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റത്തെ 3 ലെറ്റേഴ്സൊക്കെ അടിച്ചിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. വേറെ ഒരു ഫയലും അതേ നെയിമിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, സോ വേറെ ഫയൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തരും. സോ ഇപ്പോൾ നമ്മൾ ടാബ് അടിച്ച് ഓട്ടോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പ്ലസ് എൻ്റർ. ഓക്കെ, നമുക്കിത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് വേണം റൺ ചെയ്യാൻ. സോ നമുക്കിവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് sudo അടിക്കണം. sudo വിച്ച് മീൻ സൂപ്പർ യൂസർ ഡു എന്നുള്ള ഒരു ഇതാണ് sudo പ്രിവിലേജ് എന്നാണ് പറയുന്നത് നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് ./v അടിക്കുക, റൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിക്കുക. നമുക്ക് പാസ്വേഡ് ഓൾറെഡി അറിയാം, കാലി എന്നാണ് നമ്മൾ പാസ്വേഡ്. ഓക്കെ, അപ്പോൾ ഇത് റൺ ആകുന്നുണ്ട്. ഡു യു വിഷ് ടു കണ്ടിന്യൂ? യെസ് ടൈപ്പ് ചെയ്യാം.
അപ്പോൾ കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വിൻഡോ ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. സിസ്റ്റം ഒന്ന് കുറച്ചുകൂടി ഒന്ന് സ്പീഡാവും. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ആവുന്നേരം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഈ ആവശ്യമുള്ള നമ്മളിപ്പോൾ എടുത്തു വെച്ചേക്കുന്ന ഈ ഫയലൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പം കാണിച്ചിട്ടുണ്ട് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആകുള്ളൂ. സോ റീബൂട്ട്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കാളി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് തനിയെ ബൂട്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ പ്രസ് ചെയ്താൽ പിന്നെ അത് ആ ഒരു ഓപ്ഷനിൽ തന്നെ ബൂട്ടായി വരും. അല്ലെങ്കിൽ 12 സെക്കൻഡ്സോ 15 സെക്കൻഡ്സോ എന്തോ ആണ് അതിൻ്റെ ടൈം. നമ്മളൊന്നും ചെയ്യാതെ ഇനാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റൺ ആവും. ഓക്കെ, പാസ്വേഡ് കാലി അഗെയിൻ ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഈ സ്ക്രീൻ ഫുള്ളായിട്ടാണ് കിട്ടിയത്. നേരത്തെ നമുക്ക് ഇത്രയും ഫുള്ളായിട്ട് കിട്ടിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒഴിവാക്കാം. ആക്ച്വലി ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, അതിനു മുന്നേ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ആക്കി വെക്കണം. അപ്ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട കമാൻഡാണ് sudo നമുക്ക് അപ്ഡേറ്റ് ആക്കുന്നതിന് മുന്നേ നമുക്ക് പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ നമ്മൾ കാലി എന്ന് പറയുന്ന ഒരു യൂസറിലാണ് ഉള്ളത്. അപ്പോൾ ആ കാലി എന്ന് പറയുന്ന യൂസറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ passwd എന്നടിക്കുക, പ്ലസ് എൻ്റർ. അപ്പോൾ ഇവിടെ കറണ്ട് പാസ്വേഡ് ചോദിക്കും. കാലിൻ്റെ കറണ്ട് പാസ്വേഡ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ കാലിൻ്റെ കറണ്ട് പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റില്ല. സോ നിങ്ങൾ ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ന്യൂ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ന്യൂ പാസ്വേഡ് കൊടുക്കുകയാണ്. റീടൈപ്പ്. ഓക്കെ, പാസ്വേഡ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതേപോലെ റൂട്ടിൻ്റെ പാസ്വേഡ് ഇപ്പം ബേസിക്കലി നമുക്ക് റൂട്ടായിട്ട് ഈ ഒരു മെഷീൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് റൂട്ട് എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് ഇനി വരുന്ന വീഡിയോസ് ഞാൻ പറയുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് റൂട്ടായിട്ട് ഒരു ഓപ്ഷനും കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, ഒരു യൂസറും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ റൂട്ടായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റൂട്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് sudo su എന്ന് അടിക്കാം, എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾ കാലിൻ്റെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ റൂട്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി റൂട്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ലൈക്ക് പാസ്വേഡ് passwd എന്നടിച്ചാൽ ഇതിൻ്റെ പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, റൂട്ടിൻ്റെ പാസ്വേഡ്. ഇപ്പം നമ്മൾ കാലി എന്ന് പറഞ്ഞ ഒരു യൂസറിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ളത്. എന്താണ് രണ്ട് യൂസറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് യൂസറിനാണ് എല്ലാ പ്രിവിലേജുകളും ഉണ്ട്. എന്ന് വെച്ചാൽ റൂട്ട് യൂസർ ആയിക്കൊണ്ട് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഈ ഒരു മെഷീനിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു യൂസറിന് ഇപ്പം ഇവിടുത്തെ കേസിൽ കാലി എന്ന് പറയുന്ന യൂസറിന് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് അതിന് റൂട്ട് യൂസർ പ്രിവിലേജ് വേണം. അപ്പോൾ റൂട്ട് യൂസർ പ്രിവിലേജ് കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ ആ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമ്മൾ sudo എന്ന് അടിച്ചിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ആ ഒരു കമാൻഡ് ടൈപ്പ് ചെയ്തത് അല്ലേ, ./vbox linux എന്ന് പറയുന്ന ആ ഒരു കമാൻഡ്സ് ടൈപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് പ്രിവിലേജ് വേണം. അപ്പോൾ ആ റൂട്ട് പ്രിവിലേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ sudo എന്ന് യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ
നമുക്ക് ആ ഒരു സ്യൂഡോ പ്രിവിലേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റൂട്ടിൻ്റെ ഒരു പ്രിവിലേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമുക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്ന് നമുക്ക് കാലി യൂസറായിട്ട് ലോഗിൻ ചെയ്യാം, അതല്ല റൂട്ടായിട്ട് ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് റൂട്ടായിട്ട് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ റൂട്ടിനുള്ളിൽ സ്യൂഡോ SU എന്ന് അടിച്ചിട്ട് റൂട്ടിനുള്ളിൽ കയറുക, അതിൽ കയറിയിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ടായിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ റൂട്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ആക്കുകയാണ്. എൻ്റർ അടിക്കുക, ന്യൂ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സോ ഞാൻ ന്യൂ പാസ്വേഡ് കൊടുക്കുകയാണ്. ഓക്കെ, എന്തോ എറർ. ഓക്കെ, സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ റൂട്ടിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യണം. സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ലോക്കിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അഗെയിൻ നമ്മുടെ ആ ഒരു ലോഗിൻ വിൻഡോ വരും. അപ്പോൾ ഇവിടെ റൂട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. റൂട്ട് പാസ്വേഡ്, എന്ത് പാസ്വേഡാണോ നിങ്ങൾ കൊടുത്തത് അത്. ഓക്കെ, ലോഗിൻ ആയിട്ടുണ്ട്. We should wait. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇവിടെ റൂട്ട് അറ്റ് കാളി. നേരത്തെ ഞാൻ കാളി അറ്റ് കാളി എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ റൂട്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാനുള്ള കാര്യം. ഇനി നമ്മളൊരു കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്താൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാളി മെഷീനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂഡോ APT എന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കേജസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് APT എന്ന് പറയുന്നത്. APT അപ്ഡേറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൊടുക്കേണ്ടത് അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതിലുള്ള പിന്നെ റെപ്പോസിറ്ററിയും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ പിന്നെ ലിങ്ക്സും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് സ്യൂഡോ APT അപ്ഗ്രേഡ് എന്ന് പറയുന്ന കമാൻഡാണ്. എന്ന് വെച്ചാൽ ആ അപ്ഡേറ്റ് ചെയ്ത പുതിയ വേർഷൻസും കാര്യങ്ങളും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ആവും. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല നെറ്റിൻ്റെ യൂസേജ് വരും ഫസ്റ്റ് അപ്ഡേഷൻ്റെ സമയത്ത്. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ബ്രിഡ്ജിലാക്കിയിട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാറ്റോ അല്ലെങ്കിൽ പിന്നെ ഹോസ്റ്റോളി ആക്കിയാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ബ്രിഡ്ജിലാക്കി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംഗതി പറയാനുള്ളത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഹാഷ് സിമ്പിളാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. വിച്ച് മീൻസ് ഈ ഹാഷ് സിമ്പിൾ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റൂട്ടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾ നമ്മൾ നോർമൽ കേസിൽ നമ്മൾ കാളി ലിനക്സിൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്ന സിമ്പിൾ ഡോളർ സിമ്പിൾ ആയിരിക്കും. ഇത് ഇങ്ങനെ ഒരു സിമ്പിൾ ആയിരിക്കും, ഡോളറിൻ്റെ ഒരു സിമ്പിൾ ആയിരിക്കും കാണിക്കുക. അങ്ങനെ ഒരു ഡോളർ സിമ്പിളാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാൻ കാണിച്ചു തരാൻ പറ്റും, നോക്കാം. SU കാലിയിലേക്ക് ഞാൻ സ്വിച്ച് യൂസർ എന്നാണ് SUവിൻ്റെ മീനിങ്. അതിൽ കാലിയിലേക്ക് ഞാൻ പോവാണ്. അതിൽ എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ കാലി എന്ന് പറഞ്ഞ യൂസറിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു സിമ്പിൾ നിങ്ങൾ കണ്ടോ, ബ്ലൂ കളറിലുള്ള ഡോളർ സിമ്പിളാണുള്ളത്. അപ്പോൾ ഡോളർ സിമ്പിളാണെന്ന് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ പ്രിവിലേജ് മാത്രമേ ഉള്ളൂ, പിന്നെ റൂട്ട് പ്രിവിലേജ് ഇല്ല എന്നാണ് അർത്ഥം. ഇവിടെ പാക്കേജസ് അപ്ഡേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം 1224 പാക്കേജസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൂട്ടിലാണ് ഉള്ളത് എങ്കിൽ നമുക്ക് സ്യൂഡോ കമാൻഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയല്ല നമ്മൾ റൂട്ടിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്യൂഡോ കമാൻഡ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇൻ ദിസ് കേസ് നമുക്ക് സ്യൂഡോ യൂസ് ചെയ്യാതെ APT പിന്നെ അപ്ഗ്രേഡ് GRADE മൈനസ് നമുക്ക് ഫുൾ അപ്ഗ്രേഡ് യൂസ് ചെയ്യാം. FULL ഫുൾ മൈനസ് GRADE മൈനസ് Y. ഓക്കെ, ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള മുഴുവൻ പാക്കേജസും എന്ത് ചെയ്യും, ഇത് അപ്ഗ്രേഡ് ചെയ്യും. ഇത് കുറച്ച് സമയമെടുക്കും. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാളി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം. അതിൽ കുറച്ച് അധികം ടൈം കാണിക്കുന്നുണ്ട്. സോ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ
സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ബ്രിഡ്ജിലിട്ട് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടെന്നെങ്കിൽ കുറച്ച് വേഗത്തിൽ തന്നെ അപ്ഡേറ്റ് ആവും. എൻ്റെ നെറ്റ്വർക്ക് ഇപ്പോൾ ആക്ച്വലി നല്ല സ്ലോ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. വി ക്യാൻ സീ ബൈ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.